ഹായ് ചങ്ങന്മാരെ, ഞങ്ങളെല്ലാം കിടിലൊരു സ്ഥലം കാണാൻ വേണ്ടി നമ്മുടെ ചടു, ലാല, നാസിം എല്ലാവരുമായിട്ട് ഒരു കിടിലൻ സ്ഥലം കാണാൻ വേണ്ടി പോയാണ്. ഇനി ആ പാകം കാണാം. അപ്പോൾ നമ്മുടെ വരവ് കണ്ടാൽ തന്നെ ഒരു യമണ്ടൻ ഐറ്റം വരുന്ന രീതിയിലാണ്. നിൽക്കുന്ന സ്ഥലം വെച്ചാല് വാഗമണ് ഒറ്റയിട്ടിൽ നിന്നുള്ള ഒരു സ്ഥലമാണ്. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ യാത്രയുടെ ഹൈലൈറ്റ് സ്ഥലമാണ് ഇത്. കണ്ടില്ലേ ആ ഒരു വരവും. അതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ ചുറ്റുവട്ടം എല്ലാം പല പ്രദേശങ്ങൾ കാണാം. അങ്ങനെയുള്ള അതിമനോഹരമായൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഈരാറ്റുപേട്ട വാഗം റൂട്ടിൽ ഒറ്റയിട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയുള്ള അതിമനോഹരമായ സ്ഥലമാണിത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളാണ്. ഈരാറ്റുപേട്ട, പാല, അതുപോലെ പറഞ്ഞാൻ, വല്ലിച്ചമല, ഇല്ലിക്കൽ, അത് ഒരുപാട് തലനാട്, ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. അത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞങ്ങൾ മറ്റൊരു ആനിമൽ ഫാമിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചത്. അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട ആനിമൽസ് എല്ലാം തന്നെയുണ്ട്. ആ രംഗമാണ് ഇപ്പോൾ കാണുന്നത്. ഹായ് ചങ്ങാതിമാരെ, നമ്മുടെ യാത്രയിൽ കണ്ട മറ്റൊരു കൗതുകമാണ്. നമ്മൾക്ക് തടി വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വേരിന് പ്രത്യേകിച്ചൊരു ഉപയോഗമൊന്നും കാണുകയില്ല. എങ്കിലും ഇവര് അതിനെ നല്ല രീതിയിൽ മെനക്കെട്ട് നല്ലൊരു വർക്ക് ചെയ്ത് ഓരോ മോഡൽ ഉണ്ടാക്കിയ ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇതെങ്ങനെയാ വെക്കുന്നു? ഇങ്ങനെയാവും. ഇങ്ങനെ വെക്കുന്നു അല്ലേ? മറ്റേത് ആ കാണാൻ അവർ വരുമ്പം പറഞ്ഞു വിട്ടാൽ പോലെ. അങ്ങനെ കണ്ടോ. തേൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ചടുവാണ് കൂടെ. ലാല, നാസി എല്ലാരും ഉണ്ട്. നാടൻ തേൻ വാങ്ങണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് വരണം. ഇനി ആ രംഗവും കാണാം. പോകുന്ന വഴിക്ക് ഒരു മനോഹരമായ ഒരു ഊഞ്ഞാല് കണ്ടു. ആ ഊഞ്ഞാല് കാണുമ്പോൾ ആടിയില്ലെങ്കിൽ മോശമല്ല. അതും ഇരിക്കട്ടെ. ഇനി നമുക്ക് തേന്റെ രംഗം കാണാം. മരം ഒടിഞ്ഞ് താഴെ വീണു ഗൈസ്. തോന്നില്ലേ? നല്ല രസമുണ്ടല്ലേ. എവിടെ വീണതല്ല ചേട്ടന്റെ പട്ടി. വെള്ളികുളം ഒറ്റയിട്ടുള്ള ഷാച്ചേട്ടന്റെ വീട്ടിൽ നമ്മൾ തേൻ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. വൻതേനാണ്. നിങ്ങൾക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ, ചുറ്റോട്ട് എത്തുകയാണെങ്കിൽ ഷാച്ചേട്ടൻ നമ്പർ താഴെ കൊടുക്കുക. ആ നമ്പറിൽ വിളിച്ച് ഷാച്ചേട്ടനെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തേൻ വാങ്ങിക്കാവുന്നതാണ്. അതിനുശേഷം കുട്ടി നിറച്ചതിന് ശേഷം കുറച്ച് ബാലൻസ് വന്ന് ഞങ്ങൾക്ക് എല്ലാം കൊഴിച്ച് ഞങ്ങൾ യഥേഷ്ടം കുടിക്കുകയും നല്ല ഹാപ്പി ആയിട്ടാണ് ചേട്ടനടുത്ത് യാത്ര തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വിശേഷം. തേനിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചേട്ടൻ നമ്മളോട് പറഞ്ഞു തരുന്ന രംഗവും ഒന്ന് കാണാം. മരത്തിന്റെ പൊത്തിന്ന് കല്ല് പൊത്തിന്നൊക്കെ തേനാണ്. ഏകദേശം ഒരെടുപ്പിന് എത്ര അളവ് അങ്ങനെ ഉണ്ടോ? ഏകദേശം എടുക്കുന്ന ഒരു 4 ലിറ്റർ തേന് 5 ലിറ്ററൊക്കെ കിട്ടും. അത് ഒത്തിരി പഴയതൊക്കെ ആണെങ്കിൽ ഒരു 8 ലിറ്റർ വരെ കിട്ടാം. ഇവിടെ വന്ന് നിങ്ങൾ വരെ കിട്ടാം. 8 വരെ. ഓ ശരി. അപ്പൊ ഇവിടെ വന്ന് തപ്പി അന്വേഷിച്ച് വന്നാല് സാധനം ഉണ്ട്. ഇപ്പൊ അടുത്ത വേനലായി കഴിയുമ്പോഴേ ആകുള്ളൂ. അടുത്ത വേനലൊക്കെ ആകുള്ളൂ. മരത്തിന്റെ പൊത്തിന്നൊക്കെയാ. വൻ തന്നെ.
അതിന്റെ മറ്റു പേരായിരിക്കും അല്ലേ? ഇവിടെ ഇരുന്നാ പറയുന്നത്. അതായത് പറയുന്നത് പിന്നെ ചെറുതാനുണ്ടല്ലോ, ചെറുതാനുണ്ട്. ചെറുതാനുള്ള വ്യത്യാസം ഇതുമായിട്ട് വെയിറ്റ് കൂടുതൽ കാണിക്കും. അത് ഇതിനാക്കടെ കട്ടി കൂടുതലുണ്ട്. കട്ടി കൂടുതലുണ്ട്. കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നതാണ് ചെറുതെടുക്കുന്നതല്ല. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്ക്? ഇത് അങ്ങനെ പാറപ്പത്തിന്ന് മരത്തമ്പത്തിന്ന് വറുത്ത മരമൊക്കെ വെട്ടി കൂടുതൽ മരമൊക്കെ വെട്ടിയെടുക്കുക. ഒരു പോത്തിന്ന് 8 ലിറ്റർ വരെ കിട്ടും. 8 ലിറ്റർ 8 കിലോ 8 കിലോ ഏകദേശം 8 ലിറ്റർ വരുമായിരിക്കും. 8 ലിറ്റർ വരും. 900 ഗ്രാമേ ഉള്ളൂ 1 ലിറ്റർ.